അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി നല്ല പറഞ്ഞു ഞാൻ അതിന് പിന്നെ അവസാനം. ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നേരെ രാവിലത്തെ മദ്രസ സ്കൂളൊക്കെ കഴിഞ്ഞു. ഇന്നെന്താ പരീക്ഷ എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞതുകൊണ്ട് നേരത്തെ കാലത്തെ അതൊക്കെ കഴിഞ്ഞു. ഉറക്കം ശരിയായില്ല, അങ്ങനെ ഒന്നുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് മുപ്പത്തിയാറ് എടുക്കാൻ വന്നതാണ്. സമയം 2:30. ഓക്കെ, 2 ദിവസമായിട്ട് മുപ്പത്തിയാറ് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഇന്ന് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് മുൻകൂട്ടി പറയാനും പ്രവചിക്കാനും കഴിയൂല, അതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ അറിയാം. ഓക്കെ, അപ്പോൾ പൊളിക്കല്ലെന്ന് ദഫ്ന അൽക്കൂറിലേക്കൊക്കെ പോകുന്ന റോഡാട്ടത്. കോർണിഷിൽ നിന്ന് ദഫ്ന, ഉനൈസ, യൂണിവേഴ്സിറ്റി ഒക്കെ റോഡാണത്. ഓക്കെ, ഈ പകൽ ഇങ്ങനെ കാണണ്ടില്ല നിങ്ങൾ. ഈ സാധനം ഇങ്ങനെയല്ല രാത്രി. രാത്രി എന്താ പറയുക, രാപ്പകൽ തന്നെ മാറ്റമുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് വന്നൊക്കെ എവിടെ നിന്നൊക്കെ ലൈറ്റ് വരുന്നതെന്ന് പഠിച്ച തമ്പുരാനറിയാം. ഇതുമെന്നൊക്കെ നല്ല ലൈറ്റുകളും ഇതൊക്കെ വരാറുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. കണ്ടോ, നല്ല ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്, കയ്യിലുണ്ട്. അപ്പോൾ ആശുപത്രിക്ക് വന്നതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. 2 ദിവസമായിട്ട് പുറത്തിറങ്ങില്ല. എനിക്ക് തോന്നിക്കണം എന്തോ സുഖമില്ലായ്മ ഉണ്ട്. എന്തേലും ആവട്ടെ, ഇവിടുത്തെ എപ്പോഴാണ് കയ്യാവോ. ഇവിടെ എണ്ണ അടിക്കാൻ പോകണം. എണ്ണ അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യം. നമ്മൾ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലെത്തി. ഞാൻ ആദ്യമായിട്ട് കേട്ടോ സിറ്റി സെൻറ്ററിൽ കയറുന്നത്. സിറ്റി സെൻറ്ററിൽ എബിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനത്തിൽ എന്തൊക്കെയോ ഈത്തപ്പഴം എന്തൊക്കെയോ കയറ്റാണ്. അപ്പം ഞാൻ ഷോപ്പ് അവിടെ നിന്ന് കണ്ടുപിടിച്ചേട്ടോ ആദ്യം. ഓക്കെ, അടിപൊളി. ഉണ്ടോ, ഇടുവാണ് പൊളി. ഇനിയിപ്പോൾ ആ ഷോപ്പ് ഞാൻ അവിടെ പോയിട്ടാണ് പഠിച്ചോനെ കണ്ടുപിടിച്ച. ഓരോരോ ആറാപ്പ്, ദബറ്റിയിൽ ഡേറ്റ സ്വീറ്റ്, എന്താ ഡേറ്റ സ്വീറ്റ്സ് ഈ ഷോപ്പിലാണ് കൊടുക്കാനുള്ളത്. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ആക്കാനുള്ളതാണ്. ഉണ്ടോ, ഇതുപോലെ നമ്മളെ എന്താ പറയുക, കല്യാണത്തിനൊക്കെ അല്ല മിഠായി കൊടുക്കലൊക്കെ അല്ലേ, അയാതി സെറ്റപ്പുകളൊക്കെടാ. ആണോ, ഞാൻ സെറ്റാക്കി കൊടുക്കും. ഞാനൊരു പാത്രം കൊടുത്തിട്ടുണ്ട്, ഇനി അതുപോലെ സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് തരും. ഇതുപോലത്തെ ഒരു പാത്രം എടുത്തു അത് സെറ്റാക്കിയിട്ട് പോലെ തരും. ഈത്തപ്പഴം എന്തോ വെക്കാനാണ്. ഓക്കെ, സംഭവം ഭയങ്കര സെറ്റപ്പാണ് ഷോപ്പ്. അതിനനുസരിച്ച് റേറ്റും ഉണ്ടാവും. ഉണ്ടോ, അതായത് ഒരു 50 മിനിറ്റ് എടുക്കും, 1 മണിക്കൂർ എടുക്കട്ടെ. അതിനോട് കുറച്ച് പണിയുണ്ട്, അതുകൂടെ തീർത്തിട്ട് ബാക്കി പരിപാടി. ഇനി മേടിച്ച് വേണ്ട, അപ്പോൾ ഞാൻ അവിടെ നിന്നാവും. അതിൻ്റെ ഇടയിൽ പൈസ അയച്ചിട്ടില്ലല്ലോ, അത് അയക്കണം. അങ്ങനെ ക്യാഷ് അടിച്ച്. അതിനിടെ വേറൊരു കോമഡി ഉണ്ട്. ഞാനിത് കഴിയട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഈ മെഡിസിൻ കൂടി വാങ്ങട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. കോമഡി അല്ല, ട്രാജഡിയാണ്. ഓക്കെ, അപ്പോൾ ഇത് വാങ്ങട്ടെ. ഇത് വാങ്ങിയിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ പൊന്നോ, ഇതെന്താ, ഇത് ഗ്ലാസ്സാണ് കേട്ടോ മേലെ. ഗ്ലാസ്സുമുള്ള ഡിസൈൻ എന്താണെന്നറിയോ? ഈ കാണുന്ന പ്ലേ ഗ്രൗണ്ടാണ്, ചിൽഡ്രൻസിൻ്റെ. ഇത് ഉള്ള പ്ലേ ഗ്രൗണ്ടാണ്. അടിപൊളി. നോക്കി, അത് നേരെ മേലേക്ക് കാണുമ്പോൾ എന്താ ഡിസൈൻ അല്ലേ. ഈ ലൈറ്റൊക്കെ എന്തിനാ കൊടുത്തറിയോ? ഇതൊക്കെ നോമ്പ് ആയില്ലേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അത് അവിടെയൊക്കെ ഇവിടെ കണ്ടോ, ചന്ദ്രകല, മേഘതിരി. ഒരുമാതിരി ഒരു മരുന്ന് വാങ്ങലായി പോയി. ഇത് 2 ഫാർമസി പോയി. 2 ഫാർമസിയിലും ഇൻഷുറൻസ് ഇല്ല. ഇനി അടുത്ത ഫാർമസിയിൽ ഉണ്ടെന്ന് പറയുന്ന പോയോട്ടെ. പക്ഷെ ഇത് കിട്ടുവാണ് കേട്ടോ. നോക്കിയേ, അടിപൊളിയാണ്. ഇഷ്ടംപോലെ ഉണ്ട്, കുറച്ചൊന്നുമല്ല. ഓക്കെ, ഇവിടെ നോക്കട്ടെ. എന്തായാലും തെണ്ടി തിരിഞ്ഞ് നടക്കുക. അവള് ഇറങ്ങണമെങ്കിൽ മിനിമം 2 മണിക്കൂർ, ഒരു 9:30-10 മണി എന്തായാലും ആവും. ഇപ്പം ആകെ 8:30 കൊണ്ടുപോയിട്ടിട്ട് 1/2 മണിക്കൂറായിട്ടുള്ളൂ. നോക്കട്ടെ എന്താ. ഫാർമസി ഉണ്ട് തീർച്ചയായിട്ടും, ഇതിലുണ്ടാവട്ടെ. ഓക്കെ, ഞാനേ വെയിറ്റ് നോക്കട്ടെ. എന്തോ പ്രശ്നമുണ്ട്. വെയിറ്റ്
6 കിലോ ടു മച്ച്. അതായത് എന്താ പറയുക, ഞാൻ ക്യാഷ് അയച്ചിട്ടില്ല കുറച്ച് ദിവസമായിട്ട് നാട്ടിലേക്ക്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന പോലത്തിൽ ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നമ്മളാ മറ്റേ പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നത്തിന് ശേഷം എൻ്റെ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ കാർഡ് ഇവർ വാങ്ങി വെച്ച് ഓഫീസർമാർ വാങ്ങിക്കാൻ പറഞ്ഞു വാങ്ങി വെച്ച്. അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള നിലയ്ക്ക് ഞാനും നിന്ന്. പിന്നെ 1-2 പ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവർ വാങ്ങി വെക്കാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. ഓക്കെ അല്ല, പിന്നെ നമ്മളെന്തെങ്കിലും ചെയ്താലല്ലോ. ഓക്കെ ഞാനങ്ങനെ നിന്ന്. പിന്നെ ഞാൻ പൈസ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു പൈസ അയക്കണം, എനിക്ക് കാർഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കാർഡിൻ്റെ ആവശ്യമില്ല, പിന്നെ വണ്ടി ഓടിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അതിനോട് പറ്റൂല, അയക്കാൻ അതിനോട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ടൈം അയക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ എനിക്ക് ആ കാർഡ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടണം. കാരണം നമ്മളെ പേരിലുള്ള സാധനമല്ല, ഓല് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടാൻ വേണ്ടി പല കളിയും കളിച്ച് കുറച്ച് സമയം ഉണ്ടാണ്ടെന്ന് ചോദിക്കാണ്ടെന്ന്. പിന്നെ പൈസ കിട്ടിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓൻ തന്നെ, പിന്നെ ഓനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഓൻ പറഞ്ഞു എന്നോട് പൈസ പിന്നെ ഞാൻ തരാമെന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. തന്നില്ല. പിറ്റത്തെ ദിവസം വീണ്ടും ചോദിച്ചു. അതിലും പറഞ്ഞു ഇന്നലെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞു രാത്രി ഞാൻ തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു. പിന്നെ ഞാൻ അധികം ചോദിക്കാൻ ഒറ്റ ചോദ്യം ചോദിച്ച് ഞാൻ നിർത്തി. അതിന് ഇന്ന് രാവിലെ വൈകുന്നേരം വരെ ഞാൻ നോക്കി കഴിഞ്ഞില്ല, തന്നിട്ടില്ല ഇതുവരെ തന്നിട്ടില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല അത്. പിന്നെ എന്താ വെച്ചാൽ ഒരു ആപ്പ് ഉണ്ട്, ആപ്പ് വഴിയുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓക്കെ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ വണ്ടിയിൽ നിന്ന് എന്നോട് അയച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങനെ അയക്കുക, എൻ്റെ കാർഡ് എൻ്റെ കയ്യിലല്ലേ, പിന്നെ ഞാൻ എങ്ങനെ അയക്കാമെന്ന് ചോദിച്ചു. ഞാൻ എന്താ വല്ലതും കട്ടോ പിടിച്ചു പറയും എന്തെങ്കിലും നടത്തിയോ? ഞാൻ ചെയ്തൊരു തെറ്റിന് അതിൻ്റേതായ ആൾക്കാർ വന്ന് അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ പോയി, പറഞ്ഞ് മനസ്സിലാക്കി തന്നു, അവർ പോയി. പിന്നെന്തിനാ ഞങ്ങൾ ക്രൂശിക്കാൻ നിൽക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് അതുപോലെ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടാണ്. ഓക്കെ. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. പിന്നെ അതിൻ്റെ പേരിൽ പിന്നെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ഇവിടുന്ന് നാട് വിട്ട് പോകാനൊന്നും പോകില്ലല്ലോ. എൻ്റെ നാട്ടിൽ പോകാനുള്ള സാധനം ഓലെ കയ്യിലല്ലേ, മനസ്സിലായില്ലേ? ആ സാധനം ഓലെ കയ്യിലുള്ളത്. പിന്നെ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ചുരുക്കി പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. നല്ലോണം പറഞ്ഞു ഞാൻ. അതിന് പിന്നെ അവസാനം അവൾ തളർന്ന് എന്നോട് പറഞ്ഞ് ഞാൻ അയച്ചുതരാമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു വേണ്ട, അയച്ചു തരണമെന്നാണ്. അല്ല ഞാൻ അയച്ചു തരാമെന്നാണ്. ഞാൻ വേണ്ടെന്നാണ്. എന്താ ഞാൻ എൻ്റെ പൈസ എടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ട് എനിക്കൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. ഒരു ചായ പോലും അല്ലെങ്കിൽ ഒരു വെള്ളം പോലും വാങ്ങാനുള്ളത് എനിക്ക് തയ്യൂലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ല, എൻ്റെ പൈസ അത് ഞാൻ തന്നെ അയച്ചുകൊണ്ട് എനിക്കറിയാലോ. എനിക്ക് സ്വന്തമായിട്ടൊരു കാർഡ് ഉണ്ടായിട്ട് അത് തരാൻ പറ്റാണ്ട് ഞാൻ വേറൊരാളെ സഹായം ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായല്ലോ എന്നും പറഞ്ഞു. ഞാൻ നല്ല ചൂടിലാണ് നിന്നത്. അപ്പോൾ അവള് പിന്നെ അധികം സംസാരിക്കാനില്ല. ഞാൻ നല്ല ചൂടിലാണെന്ന് തോന്നിയപ്പോൾ പിന്നെ അല്ലാണ്ട് സംസാരിക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെന്നാൽ പിന്നെ ഈ പോയിട്ട് അയച്ചോ എന്ന് പറഞ്ഞു. ഞാനോട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഈ സിറ്റി സെൻറ്ററിലേക്ക് വന്നത്. ഇവിടെ വന്ന് വില സോള സാധനം വാങ്ങി മറ്റേ പരിപാടി മറ്റേ കാണിച്ചെന്നില്ലേ അതും ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അവരെ കൊണ്ട് അയപ്പിക്കരുത്, മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരെ കൊണ്ട് നമ്മൾ ഒരിക്കലും അയപ്പിക്കരുത്. കാരണം അത് അയപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ മൂല്യം അവർക്ക് അറിയില്ല എന്നല്ല, പക്ഷെ നമ്മൾ മൂല്യം അറിയുന്നതല്ല, അവർ തരുന്ന പൈസക്ക് ഇത്ര നാട്ടിൽ കിട്ടുന്നുണ്ട് ഒറ്റടിക്കൽ കാണുമ്പം അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, പൈസ കൂട്ടി ചോദിക്കുമ്പോൾ ഒന്നും തരാൻ ഭയങ്കര മടി ഉണ്ടാവും ആ കാര്യത്തിൽ. അപ്പോൾ അതാണ് ഞാൻ അവളോട് തർക്കിക്കാൻ നിന്നത്, മനസ്സിലായോ? നമ്മൾ അതുമേ തർക്കിക്കാൻ നിന്നത് എന്താ, നമ്മൾ ആ മൂല്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓല് നമുക്ക് കൂട്ടിത്തരൂല, പൈസ കൂട്ടിത്തരൂല, ഷുവറാണ് കൂട്ടിത്തരൂല. അപ്പോൾ ആരും ചെയ്യരുത് അങ്ങനെ. സ്വന്തമായിട്ട് കാർഡുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക. നമുക്ക് തന്നെ ചെയ്യുക, നമ്മളെന്താ ചെറിയ പിള്ളക്കുട്ടിയല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ പണിക്കാരത്തി പെട്ട് കിടക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണിക്കാരത്തി അവളോണ്ടാണ് അയപ്പിക്കൽ. അവളെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവളത് കട്ട് ചെയ്യും.
അയപ്പിച്ച പൈസ തിരിച്ച് വാങ്ങിക്കും, അയക്കൂല. ഒരു വട്ടം അങ്ങനെ അയച്ചിട്ട് തിരിച്ച് വാങ്ങിയിട്ട് പിന്നെ എന്താ പറയുക വലിയ പ്രശ്നമായി. അവൾ ചൂടായിട്ട് പൈസ അങ്ങോട്ട് തിരിച്ച് വാങ്ങി. അവൾക്ക് തിരിച്ച് വാങ്ങാൻ കഴിയും, ആപ്പ് വഴിയാണ് ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം നമ്മളതിന് നിൽക്കരുത്. ഞാനത് കണ്ടതാണ്, അതുകൊണ്ട് ഞാനതിന് നിൽക്കലില്ല. പൊതുവേ ഞാനതിന് നിൽക്കലില്ല. നമ്മൾ ഇന്ത്യക്കാരത്തി ഒരുത്തിയുണ്ട് അവിടെ, അവരും അങ്ങനെ ചെയ്യിപ്പിക്കലില്ല. ഞാൻ പറഞ്ഞു കൊടുത്തു ചെയ്യണ്ട, എൻ്റെ അടുത്ത് തന്നാണ്ട് ഞാൻ ചെയ്തുകൊണ്ടെന്നാണ്. കാരണം അത് പിന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിമേ കടിച്ച് തൂങ്ങിയിട്ട് ഇതിങ്ങോട്ട് പിന്നെ എന്താ പറയുക തിരിച്ചു ഏൽപ്പിക്കും. അപ്പോൾ അതിനാരും നിൽക്കണ്ട, സ്വന്തമായിട്ട് പൈസ കിട്ടുമ്പം നമ്മൾ നയിച്ച പൈസ നമ്മളെ കയ്യിൽ കിട്ടി നമ്മൾ തന്നെ അയക്കുന്നതാണ് അതിൻ്റെ റാഹത്ത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ കാണുന്നതാണ് നമ്മളെ മുന്നിലിരുന്നിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന നമ്മൾ കാണണം, അയച്ചത് തിരിച്ച് വാങ്ങിപ്പിച്ച് ഒരുപാട് ഞാൻ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മൈൻഡിലും അത് ഉണ്ടാവുക. നമ്മളെ പൈസ നമ്മളതാണ്, അത് നമ്മൾ അയക്കുന്നതാണ് അതിൻ്റെ ശരി. ഓരോരുത്തർ ഒരിക്കലും കൊടുക്കരുത്. അത്ര കൂടുതൽ കിട്ടും ഇത്ര കൂടുതൽ കിട്ടും എന്ന് പറയും, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ അതിനോട് നമുക്ക് വേറെ കുറേ നഷ്ടങ്ങൾ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, സംഭവം വിപുലമായിട്ട് കഴിഞ്ഞു കേട്ടോ. ആകെ ഇത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ എന്താ പറയുക, സിറ്റി സെൻറ്ററിൽ നിന്ന് പോകുന്നു കേട്ടോ. സിറ്റി സെൻറ്ററിൽ നിന്ന് പോകുന്നു ഞാൻ. എൻ്റെ ബാക്ക് ഉണ്ടെങ്കിൽ ടെന്നീസ് കോർട്ടാണ്. ആരുമില്ല, ഒക്കെ പോയി, എല്ലാവരും പോയി. ഇവിടെ മുന്നിലും ഉണ്ട് ടെന്നീസ് കോർട്ട്. അപ്പം ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താ പറയുക, കോമഡി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഗൾഫ് പ്രവാസ ജീവിതത്തിൽ എല്ലാം സഹിക്കാം, എല്ലാ കാര്യവും നമുക്ക് സഹിക്കാം. ഓക്കെ, വിഷമം ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തീരും. പക്ഷെ മൂത്രയിക്കാൻ മുട്ടി എന്താ ചെയ്യുക? നാട്ടിലത്തെ മാതിരി മൂത്രയിക്കാൻ പറ്റില്ലല്ലോ, പുറത്ത് പോയിട്ട് കാറ്റും കൊണ്ട് മൂത്രയിക്കാൻ പറ്റില്ലല്ലോ. ഫുള്ള് കോമഡിയാണ്. കുറേ നേരമായി മൂത്രയിക്കാൻ മുട്ടിയിട്ട് ഇവളിപ്പോൾ ഇറങ്ങും ഇറങ്ങുന്ന കാണില്ല, മണി വാതിലുറക്കൂല. അപ്പോൾ ഇതുപോലെ വെയിറ്റിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ എന്താ പറയുക യൂറിൻ പാസ് ചെയ്യാൻ പറ്റാണ്ട് പിടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പിടിച്ച് നിൽക്കുകയാണ്. ചില സമയത്ത് ഞാൻ എന്താ ചെയ്യലാറ്, കോമഡിയാണ്. ലൂസൈൽ പോയില്ല ഇതിന് മുന്നേ, നമ്മൾ വണ്ടർലാൻഡ് ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നോ? അപ്പം ഇല്ല, അത് ആ വീഡിയോ ചെയ്ത അന്ന് ഇതുപോലെ അന്ന് ഞാൻ 6 മണിക്കൂർ അവിടെ കുത്തിരുന്നതാണ്. ഞാനിങ്ങനെ ഇരുന്ന് വീഡിയോസൊക്കെ എടുത്ത് ഞാൻ വണ്ടിയിലിരുന്ന് പടം കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ മൂത്രയിക്കാൻ പറ്റി. ഒരു രക്ഷയില്ല. അവിടെ ഇവിടെ ഒക്കെ ആൾക്കാരാണ്. പിന്നെ നമുക്ക് അവിടെ മൂത്രയിക്കാൻ പറ്റില്ല, എല്ലാം ക്യാമറയാണ്, മൊത്തം ക്യാമറ. ഇതിന് തന്നെ ഇപ്പം ഞാൻ ഇവിടെ ഈ വീഡിയോ എടുക്കുന്നിടത്ത് സകല 4-5-6 ക്യാമറ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിത് എൻ്റെ വണ്ടിയിൽ പിന്നെ ഈ സെല്ലാജ് ഉണ്ടല്ലോ, അപ്പോൾ സെല്ലാജ് നോക്കുമ്പോൾ നമ്മളത് ചെറിയ എത്ര വലിപ്പമുള്ള ബോട്ടിലാണ്, 200 ഗ്രാമിൻ്റെ 220 ഗ്രാമിൻ്റെ ബോട്ടിലാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പം ഞാൻ അപ്പുറത്തൊരു ടാക്സിക്കാരുണ്ടായിരുന്നു, ലിമോസിക്കാരൻ. ഞാൻ അവനോട് ചോദിച്ചു കുപ്പി ഉണ്ടോയെന്ന് ചോദിച്ചു അവനോട്. അവൻ പിന്നെ അതിന് ചോദ്യം ഉണ്ടാവില്ല വെച്ചിട്ട് കുപ്പി ഉണ്ടോയെന്ന് ചോദിച്ചു, മൂത്രയിക്കാനാണോന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു, എടുത്തുനിന്ന്. കാരണം എല്ലാവരും ചെയ്യുന്നത് ഇപ്പം അതാണ്. ഇപ്പം നല്ല ആദ്യം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വേറെ രക്ഷയില്ല നമുക്ക്. കാരണം മൂത്രയിക്കാൻ മുട്ടിയാൽ പിടിച്ച് ഏറ്റവും കൂടുതൽ മൂത്രക്കല്ലിൻ്റെ അസുഖം ഉണ്ടാകുന്നത് പ്രവാസികൾക്കാണ്. എന്തുകൊണ്ടാണ്? ഇതുപോലെ മൂത്രം പിടിച്ച് നിന്നിട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രവാസികൾക്കാണ്. എല്ലാന്ന് ആരും പറയില്ല. കാരണം ഇതുപോലെ മൂത്രം പിടിച്ചിരിക്കും, പാസ് ചെയ്യാൻ കഴിയില്ല. എവിടെ കൊണ്ടുപോയിട്ട് പാസ് ചെയ്യുന്നത്? നാട്ടിലെ പോലെ അല്ല, എവിടെയും പാസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലാണ്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. മൂത്രയിക്കാൻ പറഞ്ഞാൽ കയറാൻ പറ്റില്ല, VIP ആണ്. ഒരു രക്ഷയില്ല. അപ്പുറത്ത് കടലാണ്, കടപ്പുറത്ത് പോയിട്ട് മൂത്രയിക്കാൻ ചെന്നാട്ടക്കൂല, ക്യാമറയാണ്. അപ്പോൾ പിടിച്ച് നിൽക്കാം. ഇപ്പം എനിക്ക് നല്ലോണം ഉണ്ട്, പക്ഷേ പിടിച്ച് നിൽക്കലാണ് വേറെ രക്ഷയില്ല. കുപ്പി കിട്ടാനും ഇല്ല, കുപ്പി കിട്ടിയിട്ട് കാര്യമില്ല, എവിടെയും പോയിട്ട് വയ്ക്കാൻ പറ്റില്ല, ഫുള്ള് ക്യാമറ. അപ്പം ഇങ്ങനെ കുപ്പിയിൽ മൂത്രയിക്കുന്ന പോലും ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഒരുപാട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുപ്പിയിൽ മൂത്രയിക്കുന്നവരും എന്താ പറയുക ഇതുപോലെ എന്താ പറയുക മൂത്രയിക്കാൻ കിടക്കുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അറിയാലോ ആരൊക്കെ ഉണ്ട് എന്നുള്ളത്. നമ്മളതേ അവസ്ഥ എല്ലാവർക്കും ഉണ്ടോ ഇല്ലയെന്ന് അറിയാലോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കും എല്ലാം വാരിക്കോരിയിടണം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. അതുവരെ സന്ധിക്ക് വരേക്കും വണക്കം. ബൈ.
ഓക്കെ.